السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. بسم الله الرحمن الرحيم. قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ, ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ സകലമാന രംഗങ്ങളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തഖ്വയുള്ള മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിതം നയിക്കണമേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉണർത്തുകയാണ്. മനുഷ്യൻ ഇന്ന് ഭൗതിക ലോകത്ത് ജീവിക്കുന്നത് അള്ളാഹുവിൻ്റെ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ്. നമ്മുടെ പൂർവികന്മാർക്കൊന്നും ലഭിക്കാത്ത ഒരുപാട് അനുഗ്രഹങ്ങളാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സഞ്ചരിക്കുവാൻ ആധുനിക സൗകര്യങ്ങളുള്ള വാഹനങ്ങൾ, അതുപോലെ തന്നെ ആധുനിക സൗകര്യങ്ങളുള്ള വീടുകൾ, വാർത്താവിനിമയ ഉപകരണങ്ങൾ, ഇൻ്റർനെറ്റ് തുടങ്ങിയ ഒരുപാട് അനുഗ്രഹങ്ങൾ. പക്ഷേ ഇത്തരം അനുഗ്രഹങ്ങളെല്ലാം അനുഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു ചിന്ത, ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നെ ഏതു സമയത്തും നമുക്ക് നഷ്ടപ്പെടാം എന്നുള്ളതാണ്. ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് ഏകനായി നമ്മൾ യാത്ര പോവേണ്ടവനാണ് എന്നുള്ള ഒരു ചിന്തയും ബോധവും എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് അനുവാദം ചോദിക്കാതെ കടന്നു വരുന്ന മരണം ഏതു സമയത്തും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇന്നൽ മൗത ലൈസ ലഹു സിന്നുൻ മഅലൂം. മരണത്തിന് ഒരു പ്രത്യേക പ്രായമില്ല, ഇന്ന പ്രായത്തിലേ മരണം വരും എന്നില്ല. ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ഏത് ഘട്ടത്തിലും മരണം പിടിപെടാം എന്നാണ്. ഒരു ശ്മശാനം അഥവാ ഒരു ഖബർസ്ഥാൻ നമ്മൾ സന്ദർശിക്കുകയാണെങ്കിൽ ഏത് പ്രായത്തിലുള്ള ആളാണോ സന്ദർശിക്കുന്നത് അയാളുടെ പ്രായത്തിലുള്ള ഖബർ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതിനർത്ഥം എന്താണ്? മരണം ഏതു പ്രായത്തിലും, ബാല്യത്തിലും, യുവത്വത്തിലും, മധ്യവയസ്കനിലും, വയോവൃദ്ധനിലും ഒക്കെ മരണം കടന്നു വരാം എന്ന. ഒലൈസലിൽ മൗത്തി സമനുൻ മാലും. മരണത്തിന് പ്രത്യേകം ഒരു കാലമില്ല, ഏത് കാലഘട്ടത്തിലും വരാം. ഒല മറലുൻ മാലുൻ. അറിയപ്പെട്ട ഒരു രോഗം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പെട്ടെന്നതാ മനുഷ്യൻ കൊഴഞ്ഞു വീണ് മരിക്കുകയാണ്, അല്ലേ? സുഖാഡംബരങ്ങളിൽ മുഴുകി പടച്ചവനെ മറന്ന് ജീവിക്കുന്ന മനുഷ്യൻ അവൻ വിചാരിക്കുന്നത് എനിക്ക് ജീവിതം കുറേ കാലം ഇനിയും ജീവിച്ചു തീർക്കുവാനുണ്ട് എന്നായിരുന്നു. പക്ഷേ പെട്ടെന്നതാ അവൻ്റെ ജീവിതത്തിലേക്ക് മരണമെത്തുകയാണ്. മാറാരോഗമായി, അപകടമായി, അറ്റാക്ക് രൂപത്തിൽ, അല്ലേ? രാത്രി ഒന്നിച്ച് കിടന്നുറങ്ങിയ ആളുകൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ
ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടന്നുറങ്ങിയതാണ്. ഒരാൾ എഴുന്നേൽക്കുന്നില്ല, അല്ലേ? രാവിലെ നമ്മൾ കുളിച്ചൊരുങ്ങി ഓഫീസിലേക്ക് പുറപ്പെട്ടതാണ്, പക്ഷെ തിരിച്ചു വരുന്നത് നമ്മുടെ ഡെഡ് ബോഡിയാണ്. ഈ രൂപത്തിലേക്ക് നമ്മൾ നനച്ചിരിക്കാതെ, നമ്മൾ ആഗ്രഹിക്കാതെ, നമ്മൾ വിചാരിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് മരണം കടന്നു വരികയാണ്. എൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹചാരിയും നബിക്ക് വേണ്ടി കവിതകൾ പാടിയിരുന്ന ഹസ്സാൻ ബിൻ സാബിത്തിൻ്റെ ഒരു കവിതാ ശകലമുണ്ട്. അതിൽ അദ്ദേഹം ഈ ഒരു യാഥാർത്ഥ്യം തുടർന്ന് പറയുകയാണ്: കുല്ലം റിഇം മുസബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകി നഹ്ലിഹി. ഓരോ മനുഷ്യനും അവൻ്റെ കുടുംബത്തിൽ സന്തോഷവാനായി ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ കഴിഞ്ഞുകൂടുകയാണ്. പക്ഷേ വൽ മൗതു അദ്നാ മിൻ ശിറാകി നഹ്ലിഹി, അവൻ്റെ മരണമതാ അവൻ്റെ ചെരുപ്പിൻ്റെ വാറിനേക്കാളും അവനോട് അടുത്തവനാണ്, അടുത്തിരിക്കുന്ന നാളെ മരിക്കേണ്ടവനാണ്. അവനുള്ള കഫം പുടവ അവനടുത്തുള്ള തുണിശാപ്പിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്, അതവൻ അറിയുന്നില്ല. അവനുള്ള ഖബറിൻ്റെ കുഴികൾ അതാ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അതിലേക്കാണ് അവൻ പോകേണ്ടത്. അത്ര അടുത്തവനാണ് മനുഷ്യനുമായി, അത്ര അടുത്തിട്ടാണ് മരണം ഉള്ളത് എന്നാണ്. എല്ലാവർക്കും അള്ളാഹു ഓരോ അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധി എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും അള്ളാഹുവിൻ്റെ വിധിക്ക് കീഴടങ്ങണം എന്നുള്ളത് അള്ളാഹിൻ്റെ നിയമമാണ്, പ്രകൃതിയുടെ നിയമമാണ്. വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ, നിർണയിക്കപ്പെട്ട നിശ്ചയിക്കപ്പെട്ട ഒരവധിയിലേക്ക് അള്ളാഹു അവരെ പിന്തിക്കുകയാണ്. ആ അവധി എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദൂതന്മാരായ മലക്കുകൾ അവൻ്റെ ആത്മാവിനെ, റൂഹിനെ പിടിക്കുവാൻ വരികയാണ്. ഇദാ ജാഅ അഹദുകുമുൽ മൗതു തവഫത്തുഹു റുസുലുനാ, അങ്ങനെ അവൻ്റെ മരണത്തിൻ്റെ അവധി എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ദൂതന്മാർ അവൻ്റെ ആത്മാവിനെ പിടിച്ചെടുക്കുന്നതാണ്. ഖുൽ യതവഫാകും മലക്കുൽ മൗത്തിൽ ലദീ വക്കില ബിക്കും, നിങ്ങളെ ആത്മാവിനെ, റൂഹിനെ പിടിക്കാൻ അള്ളാഹു ചുമതലപ്പെടുത്തിയ മലക്ക് നിങ്ങളുടെ ആത്മാവിനെ തീർച്ചയായിട്ടും പിടിച്ചെടുക്കുന്നതാണ് എന്ന് അർത്ഥശങ്കക്കിടവില്ലാത്ത വിധം അള്ളാഹു പ്രഖ്യാപിക്കുകയാണ്. ഒരു സെക്കൻഡ് അവർ മുന്തിക്കൂല, ഒരു സെക്കൻഡ് അവർ പിന്തിക്കൂല. വഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു നിമിഷമോ ഒരു മണിക്കൂറുകളോ ഒന്നും അള്ളാഹു അവരെ പിന്തിക്കൂല, അവരെ മുന്തിക്കുകയുമില്ല. എപ്പോൾ, എവിടെ, എങ്ങനെയാണ് മരണം സംഭവിക്കുക എന്ന് നമുക്ക് പറയുവാൻ സാധ്യമല്ല. എപ്പോഴാണ് നമ്മുടെ മരണം, എങ്ങനെയാണ് അള്ളാഹു നിശ്ചയിച്ചത് എന്നാണ്. ഇത് നമുക്കറിയില്ല, അല്ലേ? മക്കളുടെ വെക്കേഷൻ കാലഘട്ടത്തിൽ മക്കളെ കാണാൻ വേണ്ടി വിസിറ്റിംഗ് വിസ എടുത്ത് ഗൾഫിൽ പോയ ഒരു പിതാവ് മക്കളെ കാണുന്നതിന് മുമ്പ് എയർപോർട്ടിൽ വെച്ച് തന്നെ കുഴഞ്ഞു വീണ് മരിച്ചു പോവുകയാണ്. പ്രവാസം മതിയാക്കി ശിഷ്ടകാലം നാട്ടിൽ ജീവിക്കാമെന്ന് ആഗ്രഹിച്ചു കൊണ്ട് വരുന്ന ഒരു പ്രവാസി അവനവൻ്റെ വീട്ടിലെത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോവുകയാണ്, അല്ലേ? പഠിപ്പിച്ചു ഒരു അധ്യാപകൻ, കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകൻ അവരുടെ കൺമുമ്പിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. നൂറുകൂട്ടം സ്വപ്നങ്ങളുമായി തൻ്റെ വിവാഹത്തിൻ്റെ ദിവസം വിവാഹവസ്ത്രമണിഞ്ഞ് തയ്യാറായി നിൽക്കുന്ന മണവാട്ടി ആ വിവാഹ വസ്ത്രത്തിൽ മരണമടഞ്ഞു പോവുകയാണ്. വിവാഹത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്ന ഒരു മണവാളൻ വാഹന അപകടത്തിൽ മരണപ്പെടുന്നു. ഒരുപാട് വാർത്തകൾ നമ്മൾ വായിക്കുകയാണ്. ഖുർആൻ അത് പറയുന്നുണ്ട് സൂറത്ത് നിസായിൽ 78-ാം ആയത്തിൽ. ഐനമാ തകൂനൂ വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ. സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു പറയുന്നു 34-ാം വചനം. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തബൂത്ത്. ഏതൊരു സ്ഥലത്ത് വെച്ചാണ് മരിക്കുക എന്ന് ഒരാൾക്കും അറിയില്ല. നാളെ എന്താണ് താൻ പ്രവർത്തിക്കുക എന്ന് ഒരുത്തിന് പറയാൻ സാധ്യമല്ല. അപ്പം നമ്മുടെ മരണം എവിടെ വെച്ചാണ് എന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, അള്ളാഹ് എല്ലാം അറിയുന്നവനാണ്, സൂക്ഷ്മമായി അറിയുന്നവനാണ്. അപ്പം മനുഷ്യൻ എത്ര പ്രതിരോധം തീർത്താലും, എത്ര മുന്തിയ ചികിത്സകൾ തേടിയാലും, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ തേടിയാലും മരണം അതിൻ്റെ ടൈമാകുമ്പോൾ, സമയമാകുമ്പോൾ അവനെ തേടി വരുമെന്നാണ്. ഖുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ ഉണ്ടാവരുത്, അഭിമുഖീകരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന മരണം നിങ്ങൾക്ക് മുഖാമുഖമായി വരികയാണ്. കുല്ലൻ യൻഫഅകുമുൽ ഫിറാറ മിനൽ മൗത്ത് കുല്ലൻ യൻഫഅകുമുൽ ഫിറാറ ഇൻ ഫറർതു മിനൽ മൗത്ത്. മരണത്തിൽ നിന്ന് നിങ്ങൾ ഓടി രക്ഷപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുകയാണ്.
ഒരുപാട് കാശുണ്ട്, ഉന്നതമായ സ്ഥാനങ്ങളുണ്ട്, പരിചാരങ്ങളും പറവുകാരുമുണ്ട് അല്ലേ? അങ്ങനെയുള്ള ആളുകൾ അവർ വിചാരിക്കുകയാണ് ഞങ്ങൾക്ക് കുറേ കാലം ഇവിടെ ജീവിക്കാം. അതിൻ്റെ ഇടയിൽ വെച്ച് അള്ളാഹു അവരെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. ചില ആളുകൾ ജീവിച്ചിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, നമ്മൾ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷേ അവരെയും അള്ളാഹു അവരുടെ സമയമെത്തി കഴിഞ്ഞാൽ അള്ളാഹു ഭൂമിയിൽ നിന്ന് കൊണ്ടുപോവുകയാണ്. ഭൂമിയിൽ ജനിച്ചു വീണ സർവ്വരും മരിക്കുമെന്നാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാക്കളും മരണത്തെ അവർ ആസ്വദിക്കുക തന്നെ ചെയ്യും എന്നാണ്. അപ്പോൾ കാലാകാലങ്ങളിൽ മരണം നടക്കുക എന്നുള്ളത് ഈ ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു നടപടിക്രമമാണ്. അതങ്ങനെ സംഭവിക്കണമെന്നാണ്. അനുസ്യൂതമായ മരണത്തിൻ്റെ ലോകത്തിൻ്റെ അനുസ്യൂതമായ പ്രയാണത്തിന് മരണം ആവശ്യമാണ്. മരണമില്ലെങ്കിൽ ഈ ലോകത്തിലെ ജീവിതം ദുരിതപൂർണ്ണമാകുമെന്നാണ്. മരണമില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് മലയാളത്തിൽ കവി വിഭാവനം ചെയ്യുന്നുണ്ട്. കാലനില്ലാത്ത കാലം എന്നാണ് അല്ലേ? വൃദ്ധന്മാരൊരു കൂട്ടം നിറഞ്ഞു ഭൂതലം തന്നിൽ. അന്ന് മരണമില്ലാത്തൊരു കാലം സങ്കല്പിക്കുകയാണ് അദ്ദേഹം. എന്താ ഉണ്ടാകുക? ഒരു വീട്ടിൽ തന്നെ വല്യപ്പ ജീവിച്ചിരിക്കും, ആരും മരിക്കുന്നില്ല. അപ്പോൾ അവിടെ ഭക്ഷണം വിളമ്പാനും അവർക്കുള്ള ആഹാരം അത് ഒരാൾ കഴിയില്ല. അപ്പം മരണം എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു നിശ്ചയമാണ്. അത് കാലാകാലങ്ങളിൽ നടക്കണം എന്നാണ്. അപ്പം മരണം എന്നുള്ളത് എന്താണ് അതിൻ്റെ നിർവചനം? ഒരു ജീവി അതിൻ്റെ ബയോളജിക്കലായ ജീവശാസ്ത്രപരമായ അതിൻ്റെ ധർമ്മങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നതിനാണ് മരണം എന്ന് ശാസ്ത്രീയമായ നിഗമനങ്ങളിൽ പറയുന്നത്. ഗുരുതരമായ രോഗം, അപകടങ്ങൾ കാരണമായിട്ട് ഒരാളുടെ മസ്തിഷ്കവും അതേമാതിരി ഹൃദയം, ശ്വാസകോശങ്ങൾ ഒക്കെ അതിൻ്റെ പ്രധാന അവയവങ്ങൾ അതിൻ്റെ പ്രവർത്തനം നിർത്തുന്നതാണ് മരണം എന്നുള്ളത്. ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ ശരീരവുമായി വളരെ കാലം ഒട്ടിച്ചേർന്നിരുന്ന റൂഹ്, ആത്മാവ്, അത് മനുഷ്യരിൽ നിന്നും വേർപിരിയുന്നതാണ് മരണമെന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ അർവാഹിൽ പറയുന്നുണ്ട്. ഇബ്നുൽ ഖയ്യിം മരണത്തിൻ്റെ 3 അവസ്ഥകളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പ്രതിപാദിക്കുന്നുണ്ട്. ഒന്ന് സക്കറാത്തുൽ മൗത്താണ്, ഒന്ന് ഗമറാത്തുൽ മൗത്താണ്, ഒന്ന് ഗശിയ്യത്തുൽ മൗത്താണ്. മരണത്തിൻ്റെ സന്ദർഭത്തിൽ മനുഷ്യൻ കാണിക്കുന്ന ചില ചേഷ്ടകളും ചില പ്രവർത്തനങ്ങളുമാണ് ഇതിലൂടെ വിശദീകരിക്കുന്നത്. ഒന്ന് സക്കറാത്തുൽ മൗത്ത്. സൂറത്തുൽ ഖാഫിലെ 19-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, വജാഅത്ത് സക്റത്തുൽ മൗത്തി ബിൽ ഹഖ് ദാലിക മാ കുന്ത മിന്നു തഹീദ്. മരണത്തിൻ്റെ ആ ലഹരി നിന്നെ ബാധിക്കുന്നതാണ്. ബിൽ ഹഖ്, യാഥാർത്ഥ്യത്തോടുകൂടി സത്യമായി ബാധിക്കുന്നതാണ്. ദാലിക മാ കുന്ത മിൻഹു തഹീദ്, അതിൽ നിന്നും ഓടി രക്ഷപ്പെടാനായിരുന്നു നീ ഇത്രയും കാലം ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ സക്രത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ലഹരി എന്നാണ്. മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ച് ബുദ്ധിഭ്രമം ബാധിച്ചവനാണ് സക്ര എന്ന് പറയാം. അതേമാതിരിയുള്ളൊരവസ്ഥ, മനുഷ്യൻ്റെ ബുദ്ധിയും ബോധമണ്ഡലവും ക്രമേണ മറിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് മരണത്തിൻ്റെ ആരംഭത്തിൽ ഉണ്ടാകുന്നത്. മരണവെപ്രാളമെന്ന് സൂറത്ത് അന്നാമിലെ 93-ാം വചനത്തിൽ അല്ലാഹ് പറയുന്നു, വലൗ തറ ഇതില്ലാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്. മരണത്തിൻ്റെ വെപ്രാളം, റൂഹിനെ പിടിക്കുമുണ്ടാവുന്ന അക്രമകാരികൾക്കുണ്ടാവുന്ന വെപ്രാളം എന്ന് അവിടെ പറയുന്നു. മരണത്തിൻ്റെ അബോധാവസ്ഥ എന്ന് സൂറത്ത് മുഹമ്മദിൽ പറയുന്നു, യൻളുറൂന ഇലൈക നളറൽ മഗ്ശിയ്യി അലൈഹി മിനൽ മൗത്ത്. മരണം മൂലം അബോധാവസ്ഥയിലായ ആളുകളുടെ ഒരു നോട്ടം അവർ നിന്നെ നോക്കുന്നു എന്നാണ്. മരണം മൂലം കണ്ണുകൾ മറിഞ്ഞു പോവുകയാണ്, മനുഷ്യൻ അബോധാവസ്ഥയിലേക്ക് മറിഞ്ഞു പോവുകയാണ്. അങ്ങനെയുള്ളൊരവസ്ഥ. അപ്പം മരണാസന്നനായ മനുഷ്യൻ്റെ ഭൗതിക ലോകത്തുള്ള ബന്ധം അവസാനിക്കുകയാണ്. ഭൗതിക കാഴ്ചകളെല്ലാം തന്നെ അവൻ്റെ കണ്ണിൽ നിന്നും മാഞ്ഞു പോവുകയാണ്, മറഞ്ഞു പോവുകയാണ്. അതുവരെ കാണാത്ത ചില കാഴ്ചകൾ പിന്നീട് അവൻ കാണുകയാണ്. മരണത്തിൻ്റെ മലക്കുകളെ പോലും കാണാനുള്ളൊരു കഴിവ് അവന് നൽകുകയാണ്. അവൻ്റെ മനുഷ്യൻ്റെ ചെവികൾക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിൻ്റെ ഒരു ഫ്രീക്വൻസിൻ്റെ ഒരു കണക്കുണ്ട്. അതിലപ്പുറമുള്ള ശബ്ദങ്ങൾ, മലക്കുകളുടെ ശബ്ദങ്ങൾ അവൻ കേൾക്കുന്നു, മലക്കുകൾ അവൻ കാണുന്നു, അതുവരെയും കാണാത്ത ദൃശ്യങ്ങൾ അവൻ കാണുന്നു. ആ ഒരവസ്ഥകളെക്കുറിച്ചാണ് ഇവിടെ സക്രാത്തുൽ മൗത്ത് എന്നും ഗമറാത്തുൽ മൗത്ത് എന്നും ഗശിയ്യത്തുൽ മൗത്തും എന്നും പറയുന്നത്. ശാസ്ത്രീയ നിഗമനപ്രകാരം മരണം 15 സെക്കൻഡ് കൊണ്ട് തുടങ്ങി ചിലപ്പോൾ 3 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ്. ആദ്യം ബ്രെയിൻ ഡെത്താണ്, അവൻ്റെ മസ്തിഷ്കം, തലച്ചോറാണ് മരിക്കുന്നത്. പിന്നെ ഹാർട്ട് ഡെത്താണ്, ഹൃദയം നിലച്ചു പോവുകയാണ്. പിന്നെ അവൻ്റെ ശരീരത്തിൻ്റെ കിഡ്നി, പാൻക്രിയാസ് ഇതെല്ലാം നശിച്ചു പോവുകയാണ്. അവൻ്റെ തൊലികൾ 1 ദിവസം വരെ അത് നിലനിൽക്കും. അവൻ്റെ ബോഡി സെല്ല് ചിലപ്പോൾ 3 ദിവസം വരെ നിലനിൽക്കാം എന്നൊക്കെ പറയുന്നുണ്ട്.
ഇങ്ങനെ പല ഘട്ടങ്ങൾ മരണത്തിനുണ്ട്. ഈ ഘട്ടങ്ങളെല്ലാം അവസാനിച്ച് അവസാനം മലക്കുകൾ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ തൊണ്ടൻകുഴിയിലേക്കാണ് ഈ റൂഹിനെ കൊണ്ടുവരുന്നത്. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹൽഖൂം, നിങ്ങളുടെ ഹൽക്കൽ തൊണ്ടൻകുഴിയിൽ റൂഹ് എത്തുന്നു. വഅൻതും ഹീനൈദിൻ തൻദുറൂൻ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണ് അവസാനമായി എന്തെങ്കിലും രക്ഷയുണ്ടോ. ആളുകളൊക്കെ നോക്കുന്നു, പക്ഷെ ഒരു രക്ഷയില്ല. കല്ലാ ഇദാ ബലഗത്തിത് തറാഖിയ വഖീല മൻ റാഖ്, റൂഹ് തൊണ്ടൻകുഴിയിലെത്തുമ്പോൾ മനുഷ്യൻ ചോദിക്കുകയാണ് ഇനി എന്തെങ്കിലും രക്ഷയുണ്ടോ. വളന്ന അന്നഹുൽ ഫിറാഖ്, ആ മനുഷ്യന് മനസ്സിലായി ഇതെൻ്റെ ഈ ലോകത്തോടുള്ള വേർപാടാണ്. വൽതഫത്തിസ് സാഖു ബിസ്സാഖ്, അവൻ്റെ കണങ്കാലുമായി കൂട്ടി ഇടിക്കുകയാണ്, കൂട്ടിമുട്ടുകയാണ്. അങ്ങനെയുള്ള ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുവാനുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഇങ്ങനെയുള്ള ഒരവസ്ഥ വന്നിരുന്നു എന്ന പ്രവാചകൻ്റെ മരണത്തെക്കുറിച്ച് ആയിഷ ബീവി വിവരിക്കുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ചുകൊണ്ടാണ് പ്രവാചകൻ മരിക്കുന്നത്. ആയിഷ ബീവി പറയുന്നത് നബിയുടെ അടുത്തൊരു തോൽപാത്രം ഉണ്ടായിരുന്നു. മരണത്തിൻ്റെ ഓരോ അവസ്ഥകൾ വരുമ്പം പ്രവാചകൻ അതിൽ കൈമുക്കി മുഖം തടവിയും കൊണ്ട് ആയിഷ റളിയല്ലാഹുവിനോട് പറയും, യാ ആയിഷ ഇന്നലിൽ മൗത്തിൽ സക്രാത്ത്, മരണത്തിന് ചില അവസ്ഥകളുണ്ട്, ഇത്തരം ഓരോ അവസ്ഥകളുണ്ട് എന്ന് പറഞ്ഞ് പിന്നീട് പ്രവാചകൻ അവസാനമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഫിർ റഫീഖിൽ അല, ഉന്നതനായ സുഹൃത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് കണ്ണടക്കുകയാണ്. പ്രവാചകൻ്റെ കൈകൾ ചെരിഞ്ഞുപോയി, ചാഞ്ഞുപോയി, ചലനമില്ലാതായിപ്പോയി എന്ന് ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രവാചകന് പോലും ഇങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള ഒരവസ്ഥ നമുക്ക് വരാനുണ്ട് എന്നുള്ള ഒരു ചിന്ത നമുക്കൊക്കെ വേണം. നമ്മൾ സ്വന്തം ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയാതെ മറ്റുള്ളവർ ചെയ്യിപ്പിക്കുകയാണ് നമ്മളെ. എന്നും രാവിലെ കുളിച്ച് ഒരുങ്ങി ഡ്രസ്സണിഞ്ഞ് സുഗന്ധം പൂശി വാഹനത്തിൽ കയറി നമ്മുടെ ഡ്യൂട്ടിക്ക് ജോലിക്ക് പോയിരുന്ന ആൾ ഇന്ന് നമ്മളെ മറ്റുള്ളവർ കുളിപ്പിക്കുകയാണ്. മറ്റുള്ളവർ നമുക്ക് ഡ്രസ്സ് അണിഞ്ഞു തരികയാണ്, കഫം പുടവ അണിഞ്ഞു തരികയാണ്. മറ്റുള്ളവർ നമുക്ക് സുഗന്ധം പൂശുകയാണ്, മറ്റുള്ളവർ നമ്മളെ ചുമന്നു കൊണ്ടുപോവുകയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലൊക്കെ വരാനുണ്ട് എന്നാണ്. നമ്മൾ മരണവീടൊക്കെ സന്ദർശിക്കാറുണ്ട്, ഖബർ സ്ഥാനിൽ പോവാറുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ നമ്മുടെ ചിന്ത നമുക്ക് മരണം ഇനിയും കുറേ കാലം കഴിഞ്ഞിട്ടേ വരുള്ളൂ, നമുക്ക് ഇനിയും ജീവിക്കാൻ ഒരുപാട് അവസരം, ഒരുപാട് സന്ദർഭം ഇവിടെ ഉണ്ട് എന്നാണ്. പക്ഷേ ആ മയ്യത്ത് കട്ടിൽ നമ്മളോട് പറയാതെ പറയുന്നത് എന്താണ്? ഇന്നു ഞാൻ നാളെ നീ എന്ന. ഇന്നു ഞാനാണ് പോകുന്നതെങ്കിൽ നാളെ നീയാണ് പോവേണ്ടത് എന്നുള്ള ഒരു വാക്ക് മയ്യത്ത് കട്ടിൽ നമ്മളോട് പറയാതെ പറയുന്നുണ്ട്. മരണത്തെക്കുറിച്ച് നമ്മളെല്ലാവരും അശ്രദ്ധയിലാണ്. നമ്മൾ സമ്പത്തുണ്ടാക്കുന്ന തിരക്കിലാണ്, മക്കളെ വിദ്യാഭ്യാസത്തിന് നോക്കുന്ന തിരക്കിലാണ്. അതേപോലെ നമ്മൾക്ക് കളികളുണ്ട്, വിനോദങ്ങളുണ്ട്. അതേപോലെയുള്ള ചിന്തകളിൽ മുഴുകി മനുഷ്യൻ മരണചിന്തയിൽ നിന്ന് അകന്നു പോകും. ജീവിതം ആസ്വദിക്കണം, ജീവിതം ആനന്ദിക്കണം, അത് ആഹ്ലാദിക്കണം. അതിനു വേണ്ടി മനുഷ്യൻ സമയം ചെലവഴിക്കുകയാണ്, അല്ലേ? മനുഷ്യൻ്റെ ജീവിതം അങ്ങനെ തന്നെയാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട് 57-ാം അധ്യായം ഹദീദിലെ 20-ാം വചനത്തിൽ. അയ്ലമു അന്നമൽ ഹയാത്തു ദുനിയാ ലൈബും വലഹ്ബും വസീനത്തും വതഫാഖുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. ഭൗതിക ലോക ജീവിതം എന്ന് പറഞ്ഞാൽ കുറേ കളികളാണ്. ക്രിക്കറ്റ്, ഫുട്ബോൾ തുടങ്ങിയുള്ള കളികൾക്ക് പിന്നാലെ അതിൻ്റെ അഡിക്റ്റാണ് ചില ആളുകൾ. ചില ആളുകൾക്ക് വിനോദങ്ങളാണ്, വിനോദിക്കണം ജീവിതം. ചില ആളുകൾക്ക് അലങ്കാരങ്ങളാണ്, വീടിൻ്റെ അലങ്കാരം, വാഹനത്തിൻ്റെ അലങ്കാരം, വസ്ത്രത്തിൻ്റെ അലങ്കാരം. ചില ആളുകൾക്ക് തഫാഹുറും ബൈനക്കും, പരസ്പരം പൗറ് നടിക്കലാണ്. എനിക്ക് അതുണ്ട്, എനിക്ക് ഇതുണ്ട്, എനിക്ക് അത്ര എസ്റ്റേറ്റ് ഉണ്ട്, എൻ്റെ വീടിന് ഇങ്ങനത്തെ പെയിൻ്റാണ് അടിച്ചത്, എൻ്റെ കാറ് ഇന്നത്തെ കാറാണ് എന്നുള്ള അഭിമാനങ്ങളാണ്. മുത്തക്കാസുറും ഫിൽ അംവാലി വൽ അംഫൂസ്, ധനങ്ങളുടെയും മക്കളുടെയും വിഷയത്തിലുള്ള ആധിക്യം നടിക്കലാണ് എന്നാണ്. പക്ഷേ ഇതൊന്നും എത്ര കാലമാണ് ഉണ്ടാവുക, എനിക്ക് അനുഭവിക്കാൻ കഴിയുക എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നില്ല. ചിന്തിക്കാതെ ബോധമില്ലാത്ത അവസ്ഥയിൽ മനുഷ്യനിങ്ങനെ ഭൗതിക ലോകത്തിലെ പ്രവർത്തനങ്ങളുമായി നീണ്ടുപോവുകയാണ്. ഒരു അറബി കവി പറയുന്നുണ്ട് ആ വിഷയം. അല അയ്യുൽ മഗ്റൂറു മലകതല്ലബു തുഅമ്മീലു ആമാലൻ വമൗതുക അഖ്റബു. അല അയ്യുൽ മഗ്റൂറു, ഭൗതിക ലോകത്തിലെ ഈ വിഭവങ്ങൾ കണ്ട് അതിൽ വഞ്ചിതനായ മനുഷ്യ, അതിൻ്റെ ആഡംബരങ്ങളിലും അതിൻ്റെ ആഹ്ലാദത്തിലും മതിമറന്ന് ജീവിക്കുന്ന മനുഷ്യ, മാലക്ക നിനക്ക് എന്തുപറ്റി? തല്ലഭൂനി, ഇങ്ങനെ കളിക്കുകയാണ്, വിനോദിക്കുകയാണ്. തുഅമ്മിലു ആമാല, നിനക്ക് ഇനിയും ആഗ്രഹങ്ങളാണ്, നിനക്ക് ഇനിയും അഭിലാഷങ്ങളുണ്ട്, തീരാത്ത അഭിലാഷങ്ങളാണ്, അല്ലേ? വയോവൃദ്ധന് പോലും അഭിലാഷങ്ങളാണ്. പക്ഷേ മൗത്തുക അഖ്റബുവിൻ്റെ മരണം നിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നുള്ള ചിന്ത നിനക്ക് ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അർത്ഥവത്തായ ചോദ്യമാണ്, അല്ലേ? നമ്മുടെ ആഗ്രഹങ്ങൾ അതിങ്ങനെ കൂടിക്കൂടി വരികയാണ്, അതിന് അവസാനമില്ല.
അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ജീവിതത്തിന് ഒരവസാനമുണ്ട്, ഒരു അന്ത്യമുണ്ട് എന്നുള്ളൊരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അക്തിറു ദിക്റഹാദിമില്ലദാത്തിൽ മൗത്ത്, നിങ്ങളുടെ എല്ലാ സുഖങ്ങളും നിങ്ങളുടെ എല്ലാ രസങ്ങളും അത് മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവണം, എപ്പോഴും ചിന്ത ഉണ്ടാവണം എന്നാണ്. ആ ചിന്ത നമുക്ക് നമ്മളെ പാപങ്ങൾ ചെയ്യുന്നതിൽ നമ്മൾ തടഞ്ഞു നിർത്തും, നന്മ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും ആ ചിന്ത, അല്ലേ? മറ്റുള്ളവരുടെ അസൂയ അത് നമ്മൾ കുറക്കും, അല്ലേ? അഹങ്കാരം ഇല്ലാതാക്കും എന്നാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ഹൃദയങ്ങൾ അത് ലോലമാക്കും. അതുകൊണ്ട് ആ ചിന്ത നമുക്ക് ഉണ്ടാവണം. നമ്മളൊരു യാത്രയിലാണ്, യാത്രയുടെ ഒരു ഘട്ടത്തിലാണ്, മാതാവിൻ്റെ ഗർഭാശയത്തിലും തുടങ്ങിയ യാത്രയാണ്. ആ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോവേണ്ടത് നമ്മുടെ പിതാവിൻ്റെ സ്വദേശമായ സ്വർഗത്തിലേക്കാണ്, ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അവിടേക്കുള്ള യാത്രയിലാണ്. ആ യാത്രയുടെ ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു യാത്ര പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആണ് ഈ ലോകത്ത് നിന്ന് നമ്മൾ ചെയ്യേണ്ടത്, നടത്തേണ്ടത്. ഓരോരുത്തരും ചിന്തിക്കുക, വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലഗദിൻ, ഇന്ന് മരിച്ചു പോവുകയാണെങ്കിൽ പരലോകത്തിലേക്ക് വേണ്ടി എൻ്റെ അടുക്കൽ എന്താണ് ഡെപ്പോസിറ്റ് ഉള്ളത്, എന്താണ് ഞാൻ ചെയ്തിട്ടുള്ളത്, എന്ത് കർമ്മങ്ങളാണ് നാം ചെയ്തിട്ടുള്ളത് എന്നുള്ള ചിന്ത ഓരോരുത്തരും എല്ലാ സന്ദർഭത്തിലും ആ ചിന്ത അവന് ഇപ്പോൾ ഉണ്ടായിരിക്കണം. എന്നിട്ട് നല്ല കർമ്മങ്ങൾ ചെയ്യുക, ചീത്ത കർമ്മങ്ങളിൽ മാറി നിൽക്കുക. അള്ളാഹു അത്തരം സത്യവിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ, കുറ്റങ്ങൾ പടച്ചതമ്പുരാൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി പെരുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം തന്നെ പടച്ചവൻ നമ്മളിൽ നിന്ന് ഒരു നല്ല കർമ്മമായി, സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകളുടെ രോഗങ്ങൾ അള്ളാഹു ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ. മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ തുടങ്ങി എല്ലാവർക്കും പടച്ചവൻ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരെ നമ്മയും ഒക്കെ പടച്ചവൻ നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.